ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മുതൽ വീണ്ടും സ്ക്രീൻ കൗണ്ട് കുറയാൻ സാധ്യതയുള്ള രണ്ട് സിനിമകളായ തലവൻ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളുടെ ഇന്നത്തെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തലവൻ എന്ന സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച 9 ലക്ഷത്തിൽ താഴെയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്നും സിനിമയ്ക്ക് 15 ലക്ഷത്തോളം കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ അടുത്ത ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കൂ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്കും ഇന്ന് കളക്ഷൻ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, ബേസൽ ജോസഫ് കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്നും 8 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. നാളെ മുതൽ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ കുറഞ്ഞേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നിലവിൽ 88 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 90 കോടി ഫൈനൽ കളക്ഷൻ ടച്ച് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷൻ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് ഇപ്പോഴും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഏഷ്യാനെറ്റിന്റെ സാറ്റലൈറ്റ് അവകാശത്തിലൂടെയും ആമസോൺ പ്രൈമിന്റെ OTT അവകാശങ്ങളിലൂടെയും സിനിമയുടെ ഫൈനൽ തിയേറ്റർ ബിസിനസ് കളക്ഷൻ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടും. നേരത്തെ വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി. തിയേറ്ററുകളിലെ വൻ തരംഗമായി പിന്നാലെ OTT റിലീസ് ചെയ്ത് ട്രോളുകൾ വാരിക്കൂട്ടിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. ട്രോളുകൾ സിനിമ കൂടുതലായിട്ട് നേടിയെടുത്തെങ്കിൽ പോലും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭവും സിനിമ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തിയേറ്ററുകളിൽ മാത്രം ലോകമെമ്പാടും നിന്നിട്ട് 83 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ OTT, സാറ്റലൈറ്റ്, ഒപ്പം തന്നെ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് തുടങ്ങിയ ബിസിനസ്സിലൂടെ സിനിമ 100 കോടി രൂപയ്ക്ക് മുകളിൽ തിയേറ്റർ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സോണി ലിവിന്റെ OTT അവകാശത്തിലൂടെ മാത്രം പാനന്തൻ റിലീസായിട്ട് OTT റിലീസ് ചെയ്ത സിനിമയ്ക്ക് 10 കോടിയിലധികം രൂപ ലഭ്യമായി എന്നാണ് വിവരം. അതേസമയം ഹൃദയം എന്ന സിനിമ വലിയ ലാഭം നേടിക്കൊടുത്ത ഒരു ഓഡിയോ റൈറ്റ്സ് കമ്പനിയാണ് തിങ്ക് മ്യൂസിക്. അവർ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം നിലവിൽ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അങ്ങനെ ആഗോള ബിസിനസ് നോക്കുകയാണെങ്കിൽ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വിനീത് ശ്രീനിവാസന്റെ സിനിമ ആദ്യമായിട്ട് ബിസിനസ് കടന്നിരിക്കുകയാണ്. വമ്പൻ കളക്ഷൻ, വമ്പൻ ലാഭം സിനിമ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.